ഹായ് മക്കളെ, ഫൈസൽ സാറാണ്. മക്കളെ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് വളരെ എളുപ്പമായിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ നിങ്ങൾക്ക് പരീക്ഷക്കാണ് ഈ ഭാഗത്ത് ക്വസ്റ്റ്യൻ ചോദിക്കും ചെയ്യും. ഇത് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഒരിക്കലും നേരിട്ടായിരിക്കില്ല, ഇൻഡയറക്റ്റ് ആയിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കാം. അതുകൊണ്ട് മക്കൾ ഈ ഒരു ഭാഗം വളരെ ശ്രദ്ധിച്ചിട്ടായിരിക്കണം പഠിക്കേണ്ടത്. വളരെ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടാൽ മാത്രം മതി. നിങ്ങൾ ഇതൊന്ന് കേട്ടാൽ മാത്രം മതി, നിങ്ങൾക്ക് ഉറപ്പായിട്ട് മാർക്ക് കിട്ടും. ഈ ഒരു ഭാഗത്ത് നിന്ന് 2017, 2018 അത് കഴിഞ്ഞിട്ടുള്ള എല്ലാ എക്സാമുകളിലും ഇൻഡയറക്റ്റ് ആയിട്ടും 2017-ലും 2018-ലും ഡയറക്റ്റ് ആയിട്ടും ചോദ്യം ചോദിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് ഈ ഭാഗം എന്ന് പറയുന്നത്. നമ്മളെല്ലാം പഠിച്ചിട്ടുള്ളതാണ് ധരാതലീയ ഭൂപടങ്ങൾ അഥവാ ടോപ്പോഗ്രഫിക്കൽ മാപ്പ് എന്ന് പറയുന്നത്. ഈ ധരാതലീയ ഭൂപടങ്ങളിൽ അഥവാ ടോപ്പോഗ്രഫിക്കൽ മാപ്പിൽ പ്രധാനമായിട്ടും നമ്മൾക്ക് കാണാൻ പറ്റുക 3 തരത്തിലുള്ള വിവരങ്ങളാണ്. ഒന്നാമത്തെ വിവരം എന്ന് പറയുന്നത് മാർജിനൽ ഇൻഫർമേഷൻ. ഒന്നാമത്തേതാണ് നോക്കണേ, മാർജിനൽ ഇൻഫർമേഷൻ അഥവാ പ്രാഥമിക വിവരം അഥവാ പ്രൈമറി ഇൻഫർമേഷൻ എന്ന് നമ്മൾ പറയും. രണ്ടാമത്തെ എന്ന് പറയുന്നത് ഫിസിക്കൽ ഇൻഫർമേഷൻ ആണ് അഥവാ നാച്ചുറൽ അല്ലെങ്കിൽ ഭൗതിക സവിശേഷതകൾ. ഓരോന്നും എന്താന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. മൂന്നാമത്തെ വിവരങ്ങൾ എന്ന് പറയുന്നത് കൾച്ചറൽ ഇൻഫർമേഷൻ അഥവാ മാൻ മെയ്ഡ് ഫീച്ചേഴ്സ്, സാംസ്കാരിക സവിശേഷതകൾ. ഈ 3 പറയുന്നുണ്ട് എന്താണ് ആ കാര്യങ്ങൾ എന്നുള്ളത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പഠിച്ചിട്ടുള്ള മാർജിനൽ ഇൻഫർമേഷൻ അഥവാ പ്രൈമറി ഇൻഫർമേഷൻ അഥവാ പ്രാഥമിക വിവരം. ഈ വിവരങ്ങൾ എന്ന് പറഞ്ഞാൽ മാർജിനൽ എന്ന വാക്കിന് ആലോചിക്കുക, മാർജിന് പുറത്ത് വരുന്ന വിവരങ്ങളെയാണ് മാർജിനൽ ഇൻഫർമേഷൻ എന്ന് പറയാം. എങ്ങനെ പറഞ്ഞ്, മാർജിന് പുറത്ത് വരുന്ന വിവരങ്ങൾ അത് പ്രൈമറി ഇൻഫർമേഷനും കൂടെ ആയിരിക്കും, പ്രാഥമികം. കാരണം ആ വിവരം ആ മാപ്പിൽ ഇല്ലെങ്കിൽ ആ മാപ്പ് ഒന്നിനും പറ്റൂല, അത്ര ഇമ്പോർട്ടന്റാ. എന്ന് വെച്ചാൽ ആ മാപ്പില് ഉദാഹരണത്തിന് എനിക്ക് എന്റെ പേര് വേണ്ടേ, എന്റെ പേരില്ലാതെ എന്നെ എവിടെയും കൊണ്ടുവച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ പേരെന്ന് പറയുന്നത്. അതുപോലെ ഒരു മാപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ആ മാപ്പിന്റെ ലൊക്കേഷൻ, ഏതാണ് സ്ഥലം എന്ന് പറയുന്നത്. അത് മാർജിൻ ഇൻഫർമേഷൻ ആണ്. പ്രൈമറി ഇൻഫർമേഷൻ പ്രാഥമിക വിവരമാണ്. അഥവാ മാർജിന് പുറത്തു വരുന്ന, ഇപ്പൊ നമ്മൾ ഇതാ കണ്ടിട്ടുണ്ടല്ലോ, ഈ ഒരു മാപ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ മാപ്പ് പോയോ, ഇതാ വന്നല്ലോ. ഈ ഒരു മാപ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ഒരു മാപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം, മാർജിന് പുറത്തുള്ള എല്ലാ വിവരങ്ങളെയും മാർജിൻ ഇൻഫർമേഷൻ പ്രാഥമിക വിവരങ്ങൾ എന്ന് പറയാം. ഉദാഹരണം സ്ഥലം, ലൊക്കേഷൻ, ഏത് സ്ഥലമാണെന്നുള്ളത്. അഥവാ രാജസ്ഥാൻ, ഗുജറാത്ത് കണ്ടിട്ടില്ലേ. അതുപോലെ തന്നെ സർവേഡ് ഇയർ, ഏത് വർഷമാണ് സർവേ നടത്തിയ, മാർജിന് പുറത്ത്. ഇതാണല്ലോ മാർജിൻ. ഇതാ ഈ പോകുന്നതാണല്ലോ മാർജിൻ. ഈ മാർജിന് പുറത്തുള്ളതൊക്കെ എന്താണ് മാർജിൻ ഇൻഫർമേഷൻ. അതേസമയം ടോപ്പോഗ്രഫിക്കൽ, നമ്മൾ ടോപ്പോഷീറ്റിന്റെ നമ്പർ 45D10 എന്ന് പറയുന്ന നമ്പർ മാത്രമല്ല, ഈസ്റ്റിങ്സ്, നോർത്തിങ്സ്, ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ് അഥവാ അക്ഷാംശം, രേഖാംശം തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടില്ല. താഴെയുണ്ട് മാർജിൻ, മാർജിന്റെ താഴെയുള്ള കാര്യങ്ങളും അഥവാ മാർജിന് പുറത്തുള്ളൊക്കെ മാർജിൻ ഇൻഫർമേഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. അഥവാ സർവേഡ് ബൈ, ആരാണ് സർവേ നടത്തിയത്. മാത്രമല്ല പബ്ലിഷ്ഡ് ഇയർ, ഏത് വർഷമാണ് ആ മാപ്പ് പബ്ലിഷ് ചെയ്തത്, ആ മാപ്പിന്റെ സ്കെയിൽ എത്രയാണ്, കോണ്ടൂർ ഇന്റർവെൽ എത്രയാണ് എന്ന് വെച്ചാൽ മാർജിന്റെ പുറത്തുള്ള വിവരങ്ങളെ നമുക്ക് എന്ത് വിളിക്കാം, മാർജിനൽ ഇൻഫർമേഷൻ അഥവാ പ്രാഥമിക വിവരങ്ങൾ എന്ന് വിളിക്കാം. പ്രാഥമിക വിവരങ്ങൾ. അപ്പൊ ഏതെങ്കിലും എക്സാമ്പിൾ ഒരു 3 എഴുതാൻ പറഞ്ഞ മക്കൾക്ക് എഴുതി കൂടെ, എളുപ്പമായിട്ട് നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. ഒരു മാപ്പിന്റെ പുറത്തുണ്ടാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ, സ്ഥലം ഉണ്ടാവും, ലൊക്കേഷൻ ഏതാന്നുണ്ടാവും. അല്ലേ മക്കളെ, നമ്മള് ലൊക്കേഷൻ ഏതാന്നുണ്ടാവും, ഞാനിത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ ടോപ്പോഷീറ്റിന്റെ നമ്പർ ഉണ്ടാകും, നെയിം ഓഫ് ദി ഏരിയ, ലാറ്റിറ്റ്യൂഡ്, ലോങ്ങിറ്റ്യൂഡ്, നോർത്തിങ്സ്, ഈസ്റ്റിങ്സ്, സ്കെയിൽ ഓഫ് ദ മാപ്പ്, കോണ്ടൂർ ഇന്റർവെൽ, ഇയർ ഓഫ് സർവേ. ഇതൊക്കെ മലയാളത്തിൽ നമുക്ക് എന്താ പറയാ, ഭൂപടത്തിലെ നമ്പർ. അതുപോലെ തന്നെ എന്താണ്, പ്രദേശത്തിന്റെ പേരെന്താണ്, അക്ഷാംശം, രേഖാംശം, ഈസ്റ്റിങ്സ്, നോർത്തിങ്സ്, ഇവ എല്ലാം അടങ്ങുന്ന വിവരത്തെ വിളിക്കുന്ന പേരാണ് പ്രാഥമിക വിവരങ്ങൾ, മാർജിൻ ഇൻഫർമേഷൻ. കിട്ടിയല്ലോ, മക്കൾ മറക്കൂലല്ലോ. എന്നാൽ രണ്ടാമത്തെ നമ്മൾ പറഞ്ഞു ഫിസിക്കൽ ഫീച്ചേഴ്സ്. രണ്ടാമത്തെ മക്കൾ പറഞ്ഞതാണ് ഫിസിക്കൽ ഫീച്ചേഴ്സ് അഥവാ ഭൗതിക സവിശേഷതകൾ. ഭൗതിക സവിശേഷതകൾ അഥവാ ഫിസിക്കൽ ഫീച്ചേഴ്സ് പറഞ്ഞാൽ ദാറ്റ് ആർ നാച്ചുറൽ ഫീച്ചേഴ്സ്. അവ എന്താണ്, പ്രകൃതി നിർമ്മിച്ചതാണ്. നാച്ചുറൽ, പ്രകൃതി നിർമ്മിച്ചിട്ടുള്ള ഒരു മാപ്പിലുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അവയൊക്കെ ഫിസിക്കൽ ഫീച്ചറാ. പ്രകൃതി നിർമ്മിക്കുന്ന ഇപ്പൊ ഏതൊക്കെ ഉണ്ടാവുക, ഉദാഹരണത്തിന് റിവറ്, സ്ട്രീമ്, സ്പ്രിങ്, നമ്മുടെ ജലാശയങ്ങൾ എല്ലാം തന്നെ. കിണറ്, ട്യൂബ്വെല് അതെന്തെയില്ല ഭൗതിക സവിശേഷതല്ല. കിണറും ട്യൂബ്വെല്ലും നമ്മൾ കുഴൽ കിണറൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതല്ലേ, നമ്മൾ ഉണ്ടാക്കുന്നതാണ് കൾച്ചറലാ, നമ്മൾ അടുത്ത് പഠിക്കാനുള്ളതാ.
പ്രകൃതി നിർമ്മിച്ചിട്ട് മൗണ്ടൈൻസ്, വലിയ വലിയ മൗണ്ടൈൻ ഉണ്ടെങ്കിൽ അതേതാണ്? പ്രകൃതി നിർമ്മിച്ച നാച്ചുറൽ ഫീച്ചേഴ്സിന് പ്രകൃതിദത്തമായ സവിശേഷതകൾ വിളിക്കുന്ന പേരാണ് ഭൗതിക സവിശേഷത, ഫിസിക്കൽ ഫീച്ചർ. കിട്ടിയ ഭൗതിക സവിശേഷത, ഫിസിക്കൽ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഏതാണ്? പ്രകൃതിദത്തമായ, പ്രകൃതി നിർമ്മിച്ച ഏതൊക്കെ ഉണ്ടോ അതൊക്കെ ഏതാ? ഭൗതിക സവിശേഷത. അതേസമയം മനുഷ്യൻ ഉണ്ടാക്കിയത്, ഉദാഹരണം നമ്മളൊക്കെ ഉണ്ടാക്കുന്നതാണെന്നുണ്ടെങ്കിൽ കൾച്ചർ കച്ചറ ആവാതിരിക്കുന്നത് നമ്മളല്ലേ നോക്കേണ്ടത്. നമ്മുടെ കൾച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്നതാ, അല്ലെ? നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കുന്നതാ. കൾച്ചറൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ, സാംസ്കാരിക സവിശേഷതകൾ എന്ന് പറഞ്ഞാൽ മാൻ മെയ്ഡ് ആണ്. എന്താണ് മക്കളെ? മാൻ മെയ്ഡ്, മനുഷ്യനിർമ്മിതമായിട്ടുള്ള സവിശേഷതകളാണ്. ഉദാഹരണം വീട് പ്രകൃതി ഉണ്ടാക്കി തരുന്നതാണോ? വീട് അല്ല, നമ്മൾ ഉണ്ടാക്കുന്നതാ. അതേസമയം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റോഡുകൾ, പലതരത്തിലുള്ള റോഡുകളെ, ബൗണ്ടറികൾ, അതിർത്തികളെ, പ്ലേസ് ഓഫ് വർഷിപ്പ്, നമ്മളെ ചർച്ച് ആയിക്കോട്ടെ, ടെമ്പിൾ ആയിക്കോട്ടെ, മോസ്ക് ആയിക്കോട്ടെ, സിനഗോഗ് ആയിക്കോട്ടെ, ഇവ ഏതും ആയിക്കോട്ടെ, ഇവയെല്ലാം എന്തിയാണ്? നമ്മൾ ഉണ്ടാക്കുന്നതാ. അഗ്രികൾച്ചറൽ ലാൻഡ്, ശ്രദ്ധിച്ചോ? അഗ്രികൾച്ചറൽ ലാൻഡ്, കൃഷി ചെയ്യുന്ന ഭൂമി, കൃഷി ചെയ്യുന്നത് നമ്മളാ. ഫോറസ്റ്റ് ഏതായിരിക്കും? ഫിസിക്കലാ. ഫോറസ്റ്റ് നാച്ചുറൽ ഉണ്ടാക്കുന്ന, കാട് നമ്മൾ ഉണ്ടാക്കാറുണ്ടോ? ഇല്ല. നമ്മൾ ഏതാ ഉണ്ടാക്കാറുള്ളത്? നമ്മൾ സാധാരണ ഉണ്ടാക്കാറുള്ളത് അഗ്രികൾച്ചറൽ ലാൻഡാ. പോസ്റ്റ് ഓഫീസ്, പോലീസ് സ്റ്റേഷൻ, ബ്രിഡ്ജ്, വെല്ല്, ട്യൂബെല്ല്, ഇവയെല്ലാം ഏതാണ്? കൾച്ചറലാണ്, സാംസ്കാരികമാണ്. അപ്പൊ 3 കാര്യങ്ങളാ മക്കളെ നമ്മൾ ഇന്ന് പഠിച്ച. ഇപ്പൊ പ്രധാനമായിട്ടും 3 കാര്യങ്ങൾ ഏതൊക്കെയാ? ഒന്നാമത്തെ മാർജിനൽ ഫീച്ചേഴ്സ്, പ്രാഥമിക വിവരം. മാർജിന് പുറത്തുള്ള വിവരങ്ങളെല്ലാം പ്രാഥമിക വിവരം, അല്ലെ? മാർജിന് പുറത്തുണ്ടോ ഒക്കെ നമ്മൾ എവിടെ കൊടുത്തു? പ്രാഥമികം കൊടുത്തു. അതേസമയം മനുഷ്യൻ ഉണ്ടാക്കിയാണെങ്കിൽ സാംസ്കാരികം, കൾച്ചറലാണ്. പ്രകൃതി നിർമ്മിച്ചതാണെങ്കിൽ ഏതാണ്? നമ്മുടെ ഭൗതികമാണ്, ഫിസിക്കലാണ്. മക്കൾ മറക്കൂലല്ലോ. ഇതാ ഞാൻ പറഞ്ഞത്. ഈ 3 കാര്യങ്ങൾ ബേസ് മക്കളുടെ മനസ്സിന്റെ ഉള്ളിൽ ഓർമ്മയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ അടിപൊളിയായിട്ട് ഉദാഹരണങ്ങൾ എഴുതി കൂടെ. പരീക്ഷയ്ക്ക് അതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. ഈ തന്നിട്ടുള്ള മാപ്പിൽ ഏതാണ് ഫിസിക്കൽ ഫീച്ചർ? മാപ്പ് നമ്മൾ കണ്ടെത്തി കൊടുക്കും. അല്ല എങ്കിൽ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു കൾച്ചറൽ ഫീച്ചേഴ്സിന്, ഏതെങ്കിലും സാംസ്കാരിക സവിശേഷതയ്ക്ക് എക്സാമ്പിൾ എഴുതുക. മക്കൾക്ക് എഴുതി കൂടെ? അടിപൊളിയായിട്ട് എന്റെ മക്കൾ എഴുതല്ലോ. സോ ഇത്രയുള്ള ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. So thank you so much.